മലയാളിയുടെ പ്രിയ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. അത്യന്തം ലാളിത്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു എസ് ജാനകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരന്റെ വരദാനമുള്ളതുകൊണ്ടാണ് അവർക്ക് സംഗീത ലോകത്ത് ഇത്രയും വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചത്. വ്യക്തിപരമായി തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഗായിക കൂടിയാണ് ജാനകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വൈകിട്ട് 7:30 ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രദർശനം നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ആരും തന്നെ അനുഗമിക്കരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 8:30 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം സോപാനത്ത് കദളിക്കുലയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ദർശനം കഴിഞ്ഞ് കാര്യാലയ ഗണപതിയെ തൊഴുത് തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ കയർ കെട്ടിയിരുന്നു. തനിക്കുവേണ്ടി ഭക്തരെ തടയരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വരി കഴിയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ഭക്തരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് അവർക്കൊപ്പം ഫോട്ടോയ്ക്കും സെൽഫിക്കും പോസ്റ്റ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. കൊച്ചുകുട്ടികളോടൊപ്പം സെൽഫിയെടുത്തും ഭക്തർക്ക് കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് ഭക്തർ മുഖ്യമന്ത്രിയെ വരവേറ്റത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിരവധി പേർ നിവേദനങ്ങളുമായും എത്തിയിരുന്നു. രാത്രി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്.